പ്ലാന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്യാരറ്റും ബീട്രൂട്ടും നെല്ലിക്കയും കൊണ്ട് ഒരു അടിപൊളി ഫേസ് ഓയിൽ ഉണ്ടാക്കാൻ പോവാണ്. ഈ ഓയിൽ കുട്ടികൾക്ക് കൂടി തേക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾ റെഡിയല്ലേ? ഇവിടെ നമ്മൾ 1/2 ലിറ്റർ വെളിച്ചെണ്ണയുടെ പാകത്തിനാണ് എല്ലാം എടുത്തിരിക്കുന്നത്. 2 വലിയ ക്യാരറ്റ്, പിന്നെ ഒരു വലിയ ബീട്രൂട്ട്, പിന്നെ 6 to 8 നെല്ലിക്ക. ഇതൊക്കെ ഒന്ന് നല്ലോണം ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ ഇത് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് 1/2 ലിറ്റർ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നെല്ലിക്കയിലെന്ന് പറഞ്ഞാൽ വിറ്റാമിൻ സി ഒരുപാടുള്ളത് കൊണ്ട് അത് നമ്മുടെ റിങ്കിൾസ് പ്രിവെൻറ്റ് ചെയ്യാനും പിന്നെ ഒരുപാട് ഹൈഡ്രേറ്റ് ആയിട്ട് സ്കിൻ വെക്കാനൊക്കെ സഹായിക്കും. പിന്നെ ക്യാരറ്റിലും ഒരുപാട് വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ഏജിങ് സ്ലോ ഡൗൺ ചെയ്യാനും കൊളാജൻ പ്രൊഡക്ഷൻ കുറച്ചൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനും ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ബീട്രൂട്ടിലാണെങ്കിൽ നമ്മുടെ ഈ പിഗ്മെൻറ്റേഷനൊക്കെ ഒന്ന് കുറയ്ക്കാൻ, സ്കിന്നൊന്ന് ബ്രൈറ്റൻ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മളൊരു ലോ ഫ്ലെയിമിലാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കണം. ഒരു 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ സമയം ഇങ്ങനെ സ്ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി. ഓവർ കുക്ക് ചെയ്യരുത്, ഒരുപാട് കരിഞ്ഞ് മൊരിഞ്ഞുള്ള അവസ്ഥയിലേക്കൊന്നും ആക്കരുത്. ഇതാണ് അതിൻ്റെ പെർഫെക്റ്റ് പാകം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു രാത്രി മുഴുവൻ നമ്മൾ ഈ എണ്ണ ആ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് തണുപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇത് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം, അരിച്ചെടുക്കാം. അപ്പോൾ ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയും ഒക്കെ എല്ലാവിധ ഗുണങ്ങളും ഈ എണ്ണയിലേക്ക് നല്ലോണം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു സ്വർണ്ണ നിറത്തിലുള്ള എണ്ണയാണ് നമുക്ക് കിട്ടുക. ഇതാണ് നമ്മുടെ ബേസ് ഓയിൽ. ഈ ഓയിലാണ് നമ്മൾ ഇനി കുറച്ച് സാധനങ്ങളൂടി ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം. ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ചൂടാക്കാതെ ജസ്റ്റ് എണ്ണയിലിട്ട് വെച്ചിട്ടും നമുക്കങ്ങനെ എണ്ണ ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ എനിക്ക് ഇഷ്ടമായത് ഇതൊന്ന് ഹീറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു 100 ml ഒലീവ് ഓയിൽ ഉപയോഗിക്കുന്നത്. ഈ പറയുന്നതൊക്കെ 1/2 ലിറ്റർ വെളിച്ചെണ്ണയ്ക്കുള്ള അളവുകളാണ് കേട്ടോ. 100 ml ഒലീവ് ഓയിൽ, 100 ml ബദാം ഓയിൽ. ഈ ഒലീവ് ഓയിൽ നമ്മുടെ റിങ്കിൾസ് ഒക്കെ ഉണ്ടാവുന്നത് തടയാനും, പിന്നെ അതുപോലെ ബദാം ഓയിൽ എന്ന് പറയുന്നത് സ്കിന്നൊന്ന് സ്മൂത്ത് ചെയ്യാൻ, ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാൻ, സ്ട്രെച്ച് മാർക്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ വിറ്റാമിൻ ഇ ഓയിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും മുറിവുകളുടെ പാടോ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റാനും, സ്കിന്നിലുണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ മാറ്റാനൊക്കെ വിറ്റാമിൻ ഓയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ കുങ്കുമാതി ഓയിൽ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പിമ്പിൾസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും കോംപ്ലക്ഷനൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നതാണ് കുങ്കുമാതി ഓയിൽ. ഇതിൽ വെറും കുങ്കുമാതി ഓയിലല്ല, അതിനകത്ത് മഞ്ചിഷ്ട, അതിമധുരം, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഓൾറെഡി ആ കുങ്കുമാതി ഓയിൽ തൈലത്തിൽ മിക്സ്ഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ എല്ലാ ഓയിൽസിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആമസോണിൽ ഇതെല്ലാം അവൈലബിൾ ആണ്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടത്. എത്ര അളവാണ് മിക്സ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ ഇതിൽ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, അത് സൂക്ഷിച്ച് കാണാം. ഇത് 1/2 ലിറ്റർ എണ്ണ ഉണ്ടാക്കിയെടുക്കാനുള്ളതാണ്, ഫേസ് ഓയിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള അളവുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് 1/4 ലിറ്റർ ആയിട്ടും ഉണ്ടാക്കാം. ഇതെല്ലാം മിക്സ് ചെയ്ത ശേഷം നല്ലോണം ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്തിട്ട് എണ്ണ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം വെയിലത്ത് വയ്ക്കാം. അങ്ങനെ വെയിലത്ത് വയ്ക്കുമ്പോൾ ആ എണ്ണയൊക്കെ നല്ലോണം മിക്സ് ചെയ്യാനും ഒക്കെ നല്ലോണം സഹായിക്കും. ഞാനൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റ് പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്, നമ്മൾ അകത്തേക്ക് എന്ത് കഴിക്കുമോ അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ നമ്മുടെ സ്കിന്നിലേക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ്. അപ്പോൾ ഈ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ അത്രയും നല്ല സാധനങ്ങൾ, നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാൻ പോലും ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ സാധനങ്ങളാണ്. അങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രമാണ് ഈ ഓയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് മുഖമൊക്കെ ഫേസ് വാഷ് ഇട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം ഈ എണ്ണ കുറച്ച് ഡോട്ടായിട്ട് മുഖത്തും കഴുത്തിലും ഒക്കെ ഇട്ടിട്ട് നല്ലവണ്ണം മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന പോലെ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. ഈവൻ കുട്ടികൾക്ക് പോലും ഇത് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. നമുക്ക് ധൈര്യമായിട്ട്, എന്താ വെച്ചാൽ എല്ലാം നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്ന പോലത്തെ സാധനങ്ങളല്ലേ, അതുകൊണ്ട് ധൈര്യമായിട്ട് ഇതൊക്കെ ഉപയോഗിക്കാം. എൻ്റെ ഒരു സുഹൃത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ സ്വയം ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കി അതിൻ്റെ റിസൾട്ട് കണ്ടതുകൊണ്ട് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വെച്ച്. ഇപ്പോൾ കണ്ട ഈ ഫോട്ടോയിലുള്ളപ്പോൾ ഉള്ള ഡൾനെസ്സും പിഗ്മെൻറ്റേഷൻസും ഒക്കെ മാറിയിട്ട് മുഖത്തൊരു ഗ്ലോ വരാനും എന്താ പറയുക, ഒരു ഷൈനിങ് ആയിട്ടും സോഫ്റ്റ് ആയിട്ടൊക്കെ മുഖം ഫീൽ ചെയ്യാനൊക്കെ തുടങ്ങി. അതുകൊണ്ട് കൂടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ എണ്ണ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും ഈ എണ്ണ വീട്ടിലുണ്ടാക്കി നോക്കണം കേട്ടോ. മറ്റൊരാളുടെ അടുത്ത് നിന്ന് വാങ്ങണേക്കാട്ടിലും ഉണ്ടാക്കാൻ പറയണേക്കാട്ടിലും ഒക്കെ നല്ലത് നമ്മൾ ഉണ്ടാക്കി നോക്കണം തന്നെയാണ്. എന്നിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഒരുപാട് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു, ബൈ.